നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന 10ാം ക്ലാസ്സിൻ്റെ 5ാമത്തെ ചാപ്റ്ററാണ്. ഒരു വെബ് പേജ് ഡിസൈനിങ് ആണ് ഇതിനകത്ത് നമ്മൾ പഠിക്കാനുള്ളത്. മുൻ വർഷങ്ങളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിൽ വെബ് പേജാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റിൽ കാണുന്ന പേജുകളെ നമ്മൾ എന്ത് പറയുന്നു, വെബ് പേജ് എന്ന് പറയുന്നത്. അതിലൊരു 2 പേജിൻ്റെ സാമ്പിൾ നമ്മുടെ ഇതിൽ തന്നിട്ടുണ്ട്. ഇടത് ഭാഗത്തും വലതു ഭാഗത്തായിട്ട് 2 ഡിസൈനുകൾ തന്നിട്ടുണ്ട്. അതിൽ ഇടതും വലതും തന്നേക്കുന്ന മാറ്ററുകൾ ഒന്ന് തന്നെയാണ്. രണ്ടിൻ്റെയും മാറ്ററുകൾ ഒരേപോലെയാണ്. പക്ഷേ ഇടതും വലതും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. വലതു ഭാഗത്ത് ഒന്നുകൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ഭംഗിയാക്കിയിട്ടുണ്ട്. ഒരു വെബ് പേജ് കാണുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ഭംഗി ഉണ്ടാവണം, നമുക്ക് വേഗം മനസ്സിലാവണം എന്തൊക്കെയാണ് കൊടുത്തേക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിനൊക്കെ ഒരു അലൈൻമെൻറ്റുകളും കളറും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൽ കൂടുതലും പഠിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്നുള്ളതൊക്കെ ഒരു ടേബിളായിട്ട് ഇതിൽ ചോദിച്ചിട്ടുണ്ട്, ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ കോഡുകൾ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വെബ് പേജ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കോഡാണ് HTML കോഡ്. നമ്മുടെ ഈ ഒരു ലാപ്പിൽ ടെക്സ്റ്റ് എഡിറ്റർ എന്ന ഭാഗം എടുത്തിട്ട് നമ്മൾ ഈ കോഡുകൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ആ പേജിനെ എന്ത് ചെയ്യണം, നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വെബ് പേജായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതിൽ ഈ മുകളിൽ തന്നേക്കുന്ന ഈ 2 പേജിൻ്റെ കോഡുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇതാണൊന്ന്, ഇത് 2. ഇത് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് വേഗം മനസ്സിലാവും. ഇതും അതും ഒന്ന് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്കായിട്ട് ഇതേപോലൊരു സ്റ്റൈല്, ബാക്ക്ഗ്രൗണ്ട് കളറ്, അലൈൻമെൻറ്റ്, അതേപോലത്തെ കാര്യങ്ങൾ ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ വെബ് പേജിൻ്റെ ഡിസൈൻ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്കൊരു വെബ് പേജ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവരിവിടെ ഉപയോഗിച്ചേക്കുന്ന സ്റ്റൈൽ കോഡുകളാണ്. മനസ്സിലായത്? നമ്മുടെ വെബ് പേജുകളിൽ ഉപയോഗിക്കുന്ന സ്റ്റൈൽ കോഡുകൾ എന്നാണ് അതിന് പറയുന്നത്. ഇതിനകത്ത് അതൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഒന്നാമത്തെ ഈ പേജിൽ. രണ്ടാമത്തെ പേജിനകത്ത് ആ സ്റ്റൈലൊക്കെ വന്നപ്പോഴത്തേക്ക് പേജ് മൊത്തത്തിൽ മാറിപ്പോയി. അപ്പോൾ ആ സ്റ്റൈലിനകത്ത് നമുക്ക് ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. സ്കൂൾ റിസോഴ്സസിൽ 1 പ്രോഡക്റ്റ് basic.html 1 പ്രോഡക്റ്റ് design.html എന്ന് തന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇവിടെ ഹോമിൽ ക്ലാസ് 10 വെബ് ഡിസൈനിങ് എന്ന ഫോൾഡറിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറേ ചിത്രങ്ങളും ഉണ്ട്, 2 ഫയലുകളും കാണാൻ പറ്റും. അതിൽ ഒന്നാമത്തെ ഫയൽ ഞാൻ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യാണ്. ഇത് സാധാരണ തുറന്ന് വരുമ്പോൾ പാസ്വേഡ് ചോദിക്കും. ഒരു തവണ ചോദിക്കുകയുള്ളൂ, പിന്നെ ചോദിക്കില്ല. നമ്മുടെ വെബ് ബ്രൗസറിലേക്ക് തുറക്കാൻ വേണ്ടിയിട്ട് ഒരു തവണ പാസ്വേഡ് ചോദിക്കുകയുള്ളൂ. അപ്പോൾ ഇതിൽ ആദ്യത്തെ പേജ് ഇതാണ്. ഇതിൽ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, നമ്മുടെ ആ തുറന്ന പേജ് തന്നെയാണ് കേട്ടോ. ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഹെഡിങ് ഉണ്ട്, ഹാൻഡ് മെയ്ഡ് സോപ്പ് എന്നുണ്ട്, ഇത്രയേ ഉള്ളൂ. ഈ രണ്ടാമത്തെ പേജ് ഞാൻ തുറന്ന് നോക്കുകയാണ്. അതേ കാര്യം തന്നെ എന്ത് ചെയ്തേക്കാണ്, കുറച്ചുകൂടി നന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ 2 പേജുകൾ നമ്മൾ കണ്ടു. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു, സ്റ്റൈൽ കോഡുകളാണ്. സ്റ്റൈൽ കോഡിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൽ തന്നിട്ടുണ്ട്. സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇനി ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിരുന്നു. ഇതാണ് സ്റ്റൈൽ കോഡിങ്ങിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇതിൽ തന്നേക്കുന്ന കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു സ്റ്റൈൽ കോഡിനകത്തുണ്ടാവും. അതിൽ ഫസ്റ്റ് വരുന്ന ടാഗാണ്. അതിൽ H2 എന്ന് പറഞ്ഞതാണ് ടാഗുകൾ. അത് ഫസ്റ്റ് ടാഗ്, ഓപ്പണിംഗ് ടാഗ് എന്ന് പറയും. ആ ടാഗിൻ്റെ ഉള്ളിലാണ് നമ്മൾ കാര്യങ്ങൾ, സ്റ്റൈലുകൾ കൊടുക്കുക. ഇതിൽ സ്റ്റൈൽ സമം എന്ത് കൊടുത്തിട്ടുണ്ട്, കളർ, പിന്നെ ഒരു കോഡും കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഇവിടെ ശരിക്കും ഒരു സ്ലാഷ് കൂടെ വരും. ഇത് ഓപ്പണിംഗ് ടാഗും ഇത് ക്ലോസിംഗ് ടാഗുമാണ് വരിക. നമ്മൾ ഏത് വെബ് പേജ് എടുത്ത് നോക്കിയാലും അതിൻ്റെ കോഡിൻ്റെ ഫസ്റ്റ് ഒരു കോഡും ലാസ്റ്റ് ഒരു കോഡും ഉണ്ടാവും. രണ്ടും തമ്മിലൊരു വ്യത്യാസം ഒരു സ്ലാഷ് ഉണ്ടാവും എന്ന് മാത്രം. സ്ലാഷിനെ നമ്മൾ ക്ലോസിംഗ് എന്നാണ് പറയുക. അപ്പോൾ ഇതിനെ 4ആയിട്ടാണ് ഒരു സ്റ്റൈലിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ടാഗ്, ആട്രിബ്യൂട്ട്, പ്രോപ്പർട്ടി, വാല്യൂ. ഈ H2 എന്ന് പറയുന്നതൊക്കെ ടാഗാണ്. രണ്ടാമത്തേത് അതിൻ്റെ ആട്രിബ്യൂട്ട് എന്താണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്, ഒരു സ്റ്റൈലാണ് കൊടുക്കുന്നത്. മൂന്നാമത് വരുന്ന പ്രോപ്പർട്ടിയാണ്. എന്തിലേക്കാണ് സ്റ്റൈൽ കൊടുക്കുന്നത്, ഒരു കളറാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ സ്റ്റൈലായിട്ട് കൊടുക്കാൻ പറ്റിയ കാര്യങ്ങൾ, ഒന്ന് അക്ഷരത്തിന് കൊടുക്കാൻ പറ്റുന്ന സ്റ്റൈലുകൾ എന്തൊക്കെയാണ്, വലിപ്പം കൊടുക്കാം, വലിപ്പം മാറുന്നതനുസരിച്ച്. പിന്നെ അതിൻ്റെ ഫോണ്ടുകൾ വ്യത്യാസം വന്നാൽ സ്റ്റൈൽ മാറും. പിന്നെ മൂന്നാമത് കളർ മാറും. ഇതൊക്കെ സ്റ്റൈലിൽ പെടുന്നതാണ്. ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് കേട്ടോ ഇതിൽ. പിന്നെ അതിൻ്റെ വാല്യൂ എത്ര കൊടുക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് അതിൻ്റെ വ്യത്യാസം വരും. കളറാണെങ്കിൽ അതിൻ്റെ കളർ കോഡ് കൊടുക്കും. സൈസാണെങ്കിൽ എത്ര സൈസ് എന്നുള്ളത് കൊടുക്കും. അപ്പോൾ ഇതിൽ കളറിൻ്റെ ഇതിൽ കൊടുത്തേക്കുന്നതെന്ന് വെച്ചാൽ കോഡുകളായിട്ടാണ്. ഇതിൽ നമുക്ക് ഈ
ഹാഷ് ടാഗ് കഴിഞ്ഞിട്ട് 4 സീറോയും ബാക്കി 2 എഫും ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ഇതിൽ 6 ടാഗാണ് മൊത്തത്തിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു കളർ കോഡ് കൊടുക്കുമ്പോൾ ഇങ്ങനത്തെ കോഡുകളാണ് ഇതിൽ കൊടുക്കുക. നമുക്ക് എങ്ങനെയൊക്കെ ചെയ്ത് നോക്കാമെന്നുള്ളത് നോക്കാം. ഇതിൽ പറഞ്ഞേക്കുന്നത് നമുക്ക് ആദ്യം വൺ പ്രോഡക്റ്റ് ഡിസൈൻ .html ഒരു ടെക്സ്റ്റ് എഡിറ്ററിൽ തുറക്കാം. കാരണം നമ്മളിപ്പോൾ തുറന്ന ഫയൽ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കാനേ പറ്റുള്ളൂ. ഇതിൽ നമ്മളെന്താ വെച്ചാൽ ഈ ഫയലൊന്ന് തുറക്കണം ആദ്യം. അത് എന്തിലാണ് തുറക്കേണ്ടത്? നമുക്കിത് മാറ്റം വരുത്തണമെങ്കിൽ ടെക്സ്റ്റ് എഡിറ്ററിൽ വേണം തുറക്കാൻ. അപ്പം ഞാനിത് ഈ ഫയൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടി ഭംഗിയാക്കാം. ഇതിൽ എന്തൊക്കെയാണ് ചെയ്യുക എന്നുള്ളത് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് മാറ്റം വരുത്തണമെങ്കിൽ ടെക്സ്റ്റ് എഡിറ്ററിൽ വേണം തുറക്കാൻ. അപ്പോൾ നമ്മളിത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കിടക്കണ ഓപ്ഷൻ ഗൂഗിൾ ക്രോമാണ്. അത് മാറ്റിയിട്ട് നമ്മൾ ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ കൊടുക്കുക. ഇതിൽ ഫസ്റ്റ് കിടക്കുന്ന ടെക്സ്റ്റ് എഡിറ്ററാണ്. അഥവാ ഇവിടെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ വ്യൂ ഓൾ ആപ്ലിക്കേഷൻസ് കൊടുത്താൽ എല്ലാ ആപ്ലിക്കേഷനും കാണും. ആ ലിസ്റ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ടെക്സ്റ്റ് എഡിറ്റർ എന്നുള്ളത് കണ്ടുപിടിക്കണം. ചിലതിൽ ചിലപ്പോൾ ഡീഫോൾട്ടായിട്ടും മുകളിലുണ്ടാവും, റെക്കമെൻഡഡ് ആപ്ലിക്കേഷൻസിൽ കാണാം. അത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വ്യൂ ഓൾ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് ഇതിലെവിടെയെങ്കിലും അതർ ആപ്ലിക്കേഷൻസിൽ ഇവിടെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും, ടെക്സ്റ്റ് എഡിറ്റർ കാണും. സെലക്ട് ചെയ്യാം. നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസാണ് ഇതിലുള്ളത്. ഇനി എന്തൊക്കെയാണ് നമുക്ക് ടൈപ്പ് ചെയ്യാന്നുള്ളത് നോക്കി വെക്കാം. ഇതിൽ ഇതാണ് അവർ തന്നേക്കുന്നത്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഇതിൽ നമ്മുടെ വെബ് പേജിനെ എന്ത് ചെയ്തേക്കണം, രണ്ടാക്കിയേക്കാണ്. നമ്മൾ ആദ്യം തുറന്ന് നോക്കുമ്പോൾ ഇതിനകത്ത് കണ്ടിരുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ ഇതായിരുന്നു നമ്മൾ തുറന്നിരുന്നത്. ഇത് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഇതിൽ ഫീച്ചേർഡ് പ്രോഡക്ട്സ്, ഈ പേജ് ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഒരു പ്രോഡക്ട്സിനെ കുറിച്ചൊരു പേജാണ്. അതിലെന്താണ്, സോപ്പിനെ കുറിച്ചൊരു ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ പേജിൽ തന്നെ ഒരു എക്സ്ട്രാ കാര്യം കൂടി നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ്. ആഡ് ചെയ്യുന്ന കാര്യമാണ് ഹാൻഡ് മെയ്ഡ് സോപ്പിൻ്റെ കൂടെ തന്നെ ഒരു നോട്ട്ബുക്കിൻ്റെ കണക്ക് കൂടി കൊടുക്കുകയാണ് പരസ്യമായിട്ട്. ഇതിൽ തന്നെ ഇതേ ഡിസൈൻ, ഇതേ കാര്യങ്ങൾ തന്നെ. അപ്പോൾ അങ്ങനെ കൊടുക്കുകയാണ് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളതാണ് ഇതിലുള്ളത്. അപ്പോൾ ഞാൻ ആ ടെക്സ്റ്റ് എഡിറ്ററിൽ തുറന്ന കാര്യം ഇതിൽ ടെക്സ്റ്റ് ബുക്കിൽ കാണുമ്പോൾ തന്നെ നമുക്ക്, ഞാൻ എൻ്റെ ഒരു ഇതിൽ പറഞ്ഞുതരാം, സെയിം മാറ്ററാണ് താഴെയും സെയിം സ്റ്റൈൽ തന്നെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. പക്ഷേ അതിൻ്റെ മാറ്ററുകൾ വ്യത്യാസമുണ്ട് എന്ന് മാത്രം. ഇപ്പം നമുക്ക് അതും ഇതും കൂടി വ്യത്യാസം നോക്കിയാൽ H2ൽ തുടങ്ങി ഇവിടെ DIVയിലേക്ക് അവസാനിപ്പിച്ചിരിക്കുന്നു. H2ൽ തുടങ്ങി DIV ഇവിടെ വരെ തന്നിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഇത്രയും ഭാഗം നമ്മൾ എന്ത് ചെയ്യണം, ടൈപ്പ് ചെയ്യണം. ശരിക്കും പറഞ്ഞ് അതിന് ഒരു എളുപ്പമാർഗ്ഗം എന്താ വെച്ചാൽ, നേരെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഈ കാണുന്ന ഇതേ ടാഗ് തന്നെയാണ് ഇവിടെ തന്നേക്കുന്നത്. അതിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട് എന്ന് മാത്രം. അപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഇവിടുന്ന് ഈ ഡിവിഷൻ സ്റ്റൈൽ നോക്കിയാൽ ബാക്ക്ഗ്രൗണ്ട് കളറ് 9FE2BF അതേ കാര്യം തന്നെയാണ് ഇവിടെയും തന്നേക്കുന്നത്. ഇനി രണ്ടാമത്തെ പേര് നോക്കാം. H3 സ്റ്റൈൽ തന്നെ. ടെക്സ്റ്റ് ലൈനൊക്കെ സെയിം ആണ്. പക്ഷേ ഹാൻഡ് മെയ്ഡ് സോപ്പിന് പകരം ഹാൻഡ് മെയ്ഡ് ബുക്സാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നമുക്ക് ഈ തന്നേക്കുന്ന ഇതേ കാര്യം തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ നമുക്ക് പണി വളരെ എളുപ്പമുണ്ടാവും. എന്നാൽ നമ്മൾക്ക് എവിടുന്ന് കോപ്പി ചെയ്യണം എന്നുള്ളത് വളരെ ശ്രദ്ധിക്കണം. H2 മുതലൊന്നും നമുക്ക് വേണ്ട. എവിടുന്നാണ് വേണ്ടത്, നമുക്ക് ഡിവിഷൻ സ്റ്റൈൽ മുതലാണ് വേണ്ടത്. ശ്രദ്ധിക്കുക, ഡിവിഷൻ സ്റ്റൈൽ രണ്ടാമത്തെ പാരഗ്രാഫ് മൊത്തം വേണം. അപ്പം ഞാനത് ഇതേപോലെ ഇവിടുന്ന് ഇങ്ങനെ ഫുള്ള് കോപ്പി ചെയ്തു. സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് ഡിവിഷൻ്റെ മുന്നേ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക. അപ്പോൾ ഈ ഓറഞ്ച് കളർ വന്നത് മൊത്തം സെലക്ട് ആയതാണ്. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, കോപ്പി കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് വരിയുടെ അവിടെ ക്ലിക്ക് ചെയ്യുക. ഇനി ഇതിൻ്റെ താഴെ അല്ലേ വരുന്നതെന്ന് നോക്കുക. അതെ, താഴെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് എൻ്റർ അടിക്കുക. അപ്പോൾ 7ാമത്തെ ഒരു വരിയായിട്ട് വരും. ഇനി ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് കൊടുക്കുക. റൈറ്റ് ക്ലിക്ക് നമ്മൾ എന്ത് ചെയ്യുക, പേസ്റ്റ് കൊടുക്കുക. പേസ്റ്റ് കൊടുത്തപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ആ വരികൾ അതുപോലെ വന്നു. ഇനി ഇതിലുള്ള വ്യത്യാസങ്ങൾ മാത്രം മാറ്റി കൊടുക്കണം. വ്യത്യാസങ്ങൾ മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കി നോക്കാം. ഹാൻഡ് മെയ്ഡ്, ഓക്കെ, കളർ ഇത്രയും ശരിയാണ്. ഇനി ഇവിടെ നോക്കിയാൽ ഇത് കളർ കോഡ് ഒന്നും അവർ മാറ്റിയിട്ടില്ല. മാറ്റം ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാമായിരുന്നു. പക്ഷേ അവർ എന്ത് ചെയ്തിട്ടില്ല, ബാക്ക്ഗ്രൗണ്ട് കളറോ അല്ലെങ്കിൽ ടെക്സ്റ്റിൻ്റെ കളറോ ഒന്നും മാറ്റിയിട്ടില്ല. ആകെ പേരുകൾ മാത്രമാണ് മാറ്റിയിരിക്കുന്നത്. കാരണം
ആ പേജിൽ ഒരേ ഡിസൈൻ കാണിക്കാൻ വേണ്ടിയിട്ടാണത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ സോപ്പ് എന്നുള്ളത് ഇവിടെ ക്ലിക്ക് ചെയ്യാം. സോപ്സ് എന്നുള്ളത് മാറ്റിയിട്ട് നമ്മൾ എന്ത് കൊടുക്കണം, നോട്ട് ബുക്സ് എന്നുള്ളത് കൊടുക്കുക. അത് എൻ ക്യാപിറ്റൽ ആയതുകൊണ്ട് ഞാൻ ഷിഫ്റ്റ് എൻ കൊടുത്തു, നോട്ട് ബുക്സ് കൊടുത്തു. അപ്പോൾ 8ാമത്തെ വരി ശ്രദ്ധിക്കുക, അത് ഓക്കെ ആയി, കളറും കാര്യങ്ങളൊക്കെ ശരിയാണ്. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ IMG SRC എന്ന് പറഞ്ഞാൽ നമ്മളിതിൽ കാണുന്ന ചിത്രത്തിൻ്റെ കോഡാണ് IMG SRC, ഇമേജ് സോഴ്സ് ആണെന്ന് അതിൻ്റെ പേര്. ഇതിൽ കിടക്കുന്നത് നോട്ട് ബുക്സ് എന്നാണ്. അപ്പോൾ നമ്മൾ ഈ സോപ്പ് മാറ്റിയിട്ട് എന്താക്കണം, നോട്ട് ബുക്സ് ആക്കണം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ നോട്ട് ബുക്സ് .jpg എന്നുള്ളതിൻ്റെ ആദ്യ ഭാഗം അവസാനത്ത് 2 ടാഗ് ഇത് കൊടുത്തിട്ടുണ്ട്, സെമിക്കോളൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ഇവിടുന്ന് അവിടെ ക്ലിക്ക് ചെയ്യാണ്. PNG എന്നുള്ളത് മൊത്തം ഇങ്ങനെ ബാക്ക് സ്പേസ് അടിച്ച് കളഞ്ഞിട്ട് വളരെ ശ്രദ്ധിക്കുക, അതിൻ്റെ ടാഗുകൾ കളയരുത്, മുന്നേ അവസാനമുള്ളതൊന്നും കളയരുത്. നോട്ട് ബുക്സ് സ്മോൾ ലെറ്ററാണ്, NOTEBOOKS.jpg. അതിൽ അതേപോലെ കൊടുക്കണം, എവിടെയും തെറ്റിക്കരുത്. ഇനി ആ വരി ക്ലിയറായി. ഇനി അടുത്ത വരി ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ, ബാക്ക്ഗ്രൗണ്ട് കളർ, FFT സെയിം ആണ്, എല്ലാ കാര്യങ്ങളും സെയിം തന്നെ. ഇനി അടുത്ത വരിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ ബോൾഡ് കഴിഞ്ഞിട്ട് ഈ ബ്യൂട്ടിഫുൾ ഹാൻഡ് മെയ്ഡ് സോപ്സ് മെയ്ഡ് ബൈ സ്റ്റുഡൻസ്, ഈ വരികൾ മൊത്തം മാറണം. എവിടെ വരെ, BR വരെ. ഈ BRൻ്റെ തൊട്ട് മുന്നേ വരെയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, മാറ്റി ടൈപ്പ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഏകദേശം ഇവിടെ വരെ, BRൻ്റെ തൊട്ട് മുന്നേ വരെയുള്ളത് സെലക്ട് ചെയ്ത് ശ്രദ്ധിക്കുക. ബ്യൂട്ടിഫുൾ മുതൽ ഇവിടെ വരെ വരി മാറ്റണം. BRൻ്റെ തൊട്ട് മുന്നേ വരെ ബാക്ക് സ്പേസ് അടിച്ചു. ഇനി ഈ വരി അതുപോലെ ടൈപ്പ് ചെയ്യുക. പേഴ്സണലൈസ്ഡ് നോട്ട് ബുക്സ് വിത്ത് ഒരു സ്ലാഷിൽ ഒരു ഹൈഫന്, ഹാൻഡ് ഡ്രോണ്, കവേഴ്സ് ബൈ അവർ ടാലൻറ്റഡ് ഡിസൈൻ സ്റ്റുഡൻസ് പെർഫെക്റ്റ് ഫോർ സ്കൂൾ ആൻഡ് ഗിഫ്റ്റ്സ്. ഓക്കെ, ഇവിടെ ഒരു സ്പേസ് കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞൊരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടല്ലേ. ഓക്കെ, കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പ്രൈസ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് എന്നാണ് കേട്ടോ, അതായത് ഒരു ആ വരി കഴിഞ്ഞിട്ടുള്ളതാണ് ബ്രേക്ക് വരാൻ വേണ്ടിയിട്ട്. പിന്നെ പ്രൈസ് ഇവിടെ 40 എന്നുള്ളത് 45 ആക്കണം കേട്ടോ, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 45 ക്ലോസിങ് ടാഗ് കൊടുത്തു. ഇനി ഒരു കാര്യമുണ്ട്, നമ്മളിപ്പോൾ ഈ തുറന്നത് അവർ ചെയ്ത പേജാണ് വൺ പ്രോഡക്റ്റ് ഡിസൈൻ .html എന്നുള്ളത്. അതിലിവിടെ നോക്കിയാൽ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, സേവ് ചെയ്യുമ്പോൾ അതിൻ്റെ പേര് 2 products ആയിട്ട് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഇതിൽ നമ്മുടെ ഇപ്പോഴത്തെ ഫയലിൻ്റെ പേര് വൺ പ്രോഡക്റ്റ് ഡിസൈൻഡ് .html എന്നാണ് അതിൻ്റെ പേര്. അതായത് 2 products ആയിട്ട് സേവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മുടെ പേരിൽ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സേവ് അല്ല കൊടുക്കേണ്ടത്, സേവ് ആസ് ആണ്. കാരണം ഇപ്പോൾ നമ്മൾ ഇവിടെ നോക്കിയാൽ കാണാം വൺ പ്രോഡക്റ്റ് ഡിസൈൻ .html തൊട്ട് മുന്നേ ഒരു സ്റ്റാർ കാണാം. അതിൻ്റെ അർത്ഥം നമ്മൾ തുറന്ന ഫയൽ അൺസേവ്ഡ് ആയിട്ട് കിടക്കുന്നുണ്ട് എന്നാണ്. നമ്മളൊരു ഫയൽ തുറന്നല്ലോ, അൺസേവ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ ഫയൽ നമ്മൾ തുറന്നു, അതിലേക്ക് കുറേ മാറ്റം വരും. ഇനി സേവ് കൊടുത്താൽ അതിലേക്കേ മാറ്റം വരുള്ളൂ. പക്ഷെ നമുക്കിവിടെ ആവശ്യം അതല്ല. ഈ തന്നേക്കുന്ന ഈ ഫയൽ നമ്മുടെ പേരിൽ സ്വന്തമായിട്ട് സേവ് ചെയ്യണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഇവിടെ ഒരു 3 വരയുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ആസ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വൺ പ്രോഡക്റ്റ് എന്നുള്ളത് എന്താക്കണം,
ടു എന്ന് കൊടുക്കുക, 2 പ്രോഡക്റ്റ് ഡിസൈൻഡ് എന്ന് പറഞ്ഞാൽ. ഇല്ലെങ്കിൽ നമുക്ക് 2 പ്രോഡക്റ്റ്സ് ആയിട്ട് കൊടുക്കാം. പേര് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കുക. ഇത് മൊത്തത്തിൽ മാറ്റണമെങ്കിൽ മാറ്റാം. ഞാനിപ്പോൾ തൽക്കാലം 2 പ്രോഡക്റ്റ് ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് വെറുതെ കൊടുത്തു. അതും ഇതേ പേജിൽ തന്നെ കേട്ടോ, അതേ ഫോൾഡറിൽ തന്നെയാണ് സേവ് കൊടുത്തു. ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ നമ്മുടെ ഫയലിൻ്റെ പേരെന്തായിട്ട് മാറി, 2 പ്രോഡക്റ്റ് ഡിസൈൻഡ്. ഇത് സേവ് ആസ് കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മിനിമൈസ് ചെയ്യുമ്പോൾ ഇവിടെ ഇപ്പോൾ എത്ര ഫയലുണ്ട് എന്ന് നോക്കി നോക്ക്. 1 പ്രോഡക്റ്റ് നമ്മൾ തുറന്ന ഫയൽ ഇതാണ് ഈ ഫയൽ. ഈ ഫയൽ നമ്മൾ എഡിറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തത്, ഈ രണ്ടാമത്തെ ഫയൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ചുരുക്കത്തിൽ പഴയ ഫയലിട്ട് പോയിട്ടുമില്ല, നമുക്ക് പുതിയൊരു ഫയൽ കിട്ടും. അതങ്ങനെ ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയും, സേവ് ആസ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷനാണ് അതിന് ഉപയോഗിക്കുക. അതല്ല നമ്മൾ സേവ് കൊടുത്താൽ ഈ പറഞ്ഞ മാറ്റമൊക്കെ ഇതിൽ വരും. അപ്പോൾ നമുക്ക് പഴയതും ഇതും കൂടി കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ്. ഇത് പഴയതാണ്, അത് അതുപോലെ അല്ലേ എന്ന് നോക്കുകയാണ്. അതേപോലെ കിടക്കുന്നുണ്ട് പഴയത്. നമ്മളുണ്ടാക്കിയ ഫയലാണിത്, 2 പ്രോഡക്റ്റ്. അത് തുറന്ന് നോക്കാം. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഇല്ല, തെറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും വരില്ല. ഇനി ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ HTML പേജിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമ്മൾ കൊടുത്തിരുന്നു notebooks.jpg കണ്ടോ. അതായത് നമ്മുടെ ഈ HTML ഫയലിൻ്റെ തൊട്ടടുത്ത് വേണം നമ്മുടെ റിസോഴ്സ് പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ തൊട്ടടുത്ത് വേണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇത് കോപ്പി ചെയ്തിട്ട് വേറെ എവിടെയെങ്കിലും കൊണ്ട് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സോപ്പും നോട്ട്ബുക്കും ഒന്നും ഇതിൽ തുറന്ന് കാണിക്കില്ല. അങ്ങനെ കാണിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ സോഴ്സ് തൊട്ടടുത്ത് തന്നെ വേണം. അതല്ല വേറെ എവിടെയെങ്കിലും കിടക്കുന്നെങ്കിൽ അതിൻ്റെ ലൊക്കേഷൻ കൊടുക്കണം. അങ്ങനെ കുറേ നിയമങ്ങളുണ്ട് ഇതിന്. അവർ പറഞ്ഞ കാര്യങ്ങൾ നമുക്കിതിൽ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ 1-ാം ഭാഗം നമുക്ക് ഏകദേശം ഇതിൽ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിപ്പോൾ ഒരു ചെറിയൊരു ഫയലായതുകൊണ്ടാണ് ഇത്രയും കോഡുകൾ കോപ്പി പേസ്റ്റ് ചെയ്തു. പക്ഷെ അതേ സ്ഥാനത്തിന് ഇപ്പം നമുക്ക് അടുത്തത് റിപ്പീറ്റേഷൻ വരണം. ഈ റിപ്പീറ്റേഷൻ ഇങ്ങനെ ഈ ഒരുപാട് പേജ് കണ്ടൻറ് ഉണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നമുക്കിവിടെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഈ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് റിപ്പീറ്റേഷൻ. ഇപ്പോൾ ഇതേപോലെ ഇപ്പോൾ 2 പ്രോഡക്റ്റേ ഉള്ളൂ. ഒരു 50 പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ഒരു 10 പ്രോഡക്റ്റ് കൂട്ടി നോക്ക്. 10 പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ഈ 2 പേജിൻ്റെ കാര്യങ്ങൾ തന്നെ 10 തവണ ആവർത്തിക്കണം. അപ്പോൾ ഈ റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊരു ഫയൽ അവരിവിടെ ചെയ്യാൻ തന്നിട്ടുണ്ട്. ഈ കാണുന്ന ഫയലാണ്. നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിൽ ഒരു വെബ് പേജ് അവർ ഡിസൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മളിത് എന്തിനകത്ത് ഇത് മൊത്തം ടൈപ്പ് ചെയ്യണം. ഈ HTML മുതൽ ഏകദേശം ഇവിടെ വരെ ഫുൾ ടൈപ്പ് ചെയ്തെടുക്കണം. ടൈപ്പ് ചെയ്തിട്ട് അതെന്ത് ചെയ്യണം, നമ്മൾ നോക്കി വെക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ നേരത്തെ സേവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ഡോക്യുമെൻറ്റ്സിൽ ഇത് ഞാൻ ടൈപ്പ് ചെയ്തതാണ്. ജസ്റ്റ് ക്രോമിൽ തുറന്ന് നോക്കുകയാണ്. ഇത് ഞാൻ ടൈപ്പ് ചെയ്ത ഫയലാണ്. തൽക്കാലം ഇത് ഞാൻ ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ഞാൻ ഓപ്പൺ വിത്ത് ടെക്സ്റ്റ് എഡിറ്റർ കൊടുക്കുകയാണ്. ഇനി എന്താണ് ഇതും അതും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഇനി ഇതിൽ ഞാൻ തുറന്നപ്പോൾ നമുക്ക് എന്ത് കാണാനില്ല, ഒരു ചിത്രങ്ങളൊന്നും കാണാനില്ല. അപ്പോൾ അത് കാണണമെന്നുണ്ടെങ്കിൽ ഈ ഫയലിനെ ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് നമ്മുടെ ഹോമിൽ എക്സാം ക്ലാസ് 10 വെബ് ഡിസൈനിങ്ങിൽ ഈ പേജിൽ ഞാൻ പേസ്റ്റ് ചെയ്യണം. ഇതിൽ ഞാൻ ചെയ്ത ഫയലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഒരു പേജ് ചെയ്യണമെങ്കിൽ ആദ്യം ഇതേപോലെ ഷോ ആപ്ലിക്കേഷൻസിൽ ടെക്സ്റ്റ് എഡിറ്റർ എന്ന് ടൈപ്പ് ചെയ്യണം. ഈ ടെക്സ്റ്റ് എഡിറ്റർ തുറന്നിട്ട് ഈ പറഞ്ഞ പോലെ HTML കോഡ് കൊടുക്കുക, എൻ്റർ കൊടുക്കുക. അങ്ങനെ ടൈപ്പ് ചെയ്ത് ആ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നത് അതുപോലെ ടൈപ്പ് ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കും, സേവ് കൊടുക്കും. ഈ സേവ് കൊടുക്കുമ്പോൾ എവിടെയാണ് നമ്മുടെ പേരാണെങ്കിൽ നമ്മുടെ പേര് എന്താ വെച്ചാൽ പേര് കൊടുത്തിട്ട് നമ്മുടെ ഹോമിൽ ക്ലാസ് 10 വേണമെങ്കിൽ വെബ് ഡിസൈനിങ്ങിൻ്റെ അടുത്ത് വേണമെങ്കിൽ സേവ് ചെയ്യാം. അതല്ല നമുക്ക് വേറെ എവിടെയെങ്കിലും സേവ് ചെയ്യണമെങ്കിൽ അവിടെയും സേവ് ചെയ്യാം. പക്ഷേ സേവ് ചെയ്യുമ്പോൾ ഒരു കാര്യമുണ്ട്, നമ്മുടെ സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ അതിൻ്റെ ഒപ്പം വേണം എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ നമുക്കത് അങ്ങനെയും ചെയ്യാൻ പറ്റും. ഇനി ഞാൻ സേവ് ചെയ്ത ഫയൽ നോക്കി വെക്കാം.
ഇതാണ് ഞാൻ ചെയ്ത ഫയൽ. ഇതിൽ ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ കൊടുത്തു, ടെക്സ്റ്റ് ഇട്ട്. ഇതും നമ്മുടെ പഴയ ടെക്സ്റ്റ് എഡിറ്റും തമ്മിൽ എന്താ വ്യത്യാസം എന്നുള്ളതാണ്. ഇതിലെന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ ഈ 4ാമത്തെ വരി മുതൽ ശ്രദ്ധിക്കുക. 4ാമത്തെ വരി മുതൽ ഇത്രയും ഭാഗം, അതായത് ഒരു പുതിയ ടാഗ് ഇതിൽ ഡിസൈൻ ചെയ്തേക്കാണ്. പുതിയ ടാഗ് എന്ന് പറഞ്ഞിട്ടൊരു ടാഗ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പേര് സ്റ്റൈലാണ്. സ്റ്റൈൽ ടാഗ് എന്നാണ് ഇത്രയും കാര്യത്തിന് നമ്മൾ പറയുക. ഈ സ്റ്റൈൽ ടാഗിൽ ഇപ്പോൾ H1 എന്നൊരു ഭാഗമുണ്ട്. H1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സബ് കോഡിംഗ് ആണ്. H1 എന്ന് ആർക്ക് കൊടുത്താലും അതിൻ്റെ അലൈൻമെൻറ്റ് സെൻറ്ററാണ്, അതിൻ്റെ കളറ് ഇന്നതാണെന്നുള്ളത് നമ്മളിതിൽ കൊടുക്കുകയാണ്. ഇനി അടുത്ത H2 എന്താണ്? H2ൻ്റെ ഫോണ്ട് ഇതാണ്, അതിൻ്റെ കളർ ഇതാണ്. അപ്പോൾ നമ്മൾ ഈ റിപ്പീറ്റേഷൻ ഒഴിവാക്കാനാണ്. അതായത് ഇത്രയും കാണുന്ന സ്റ്റൈലുകൾക്ക് ഒറ്റ പേര് H1. അതേപോലെ രണ്ടാമത് കാണുന്ന ഈ ഒരു ടാഗിൻ്റെ ഫുള്ള് ഇതിനെല്ലാം കൂടി ഒറ്റ പേര് H2. അപ്പോൾ ഇനി ഇതേപോലെ മൂന്നാമത്തെ കാണുന്ന അതിൻ്റെ അലൈൻമെൻറ്റ് സെൻറ്ററാണ്, അതിൻ്റെ കളർ ഇതാണ്. ഇനി അടുത്തത് പാരഗ്രാഫാണ്. പി എന്ന് പറയുമ്പോൾ പാരഗ്രാഫിൻ്റെ അലൈൻമെൻറ്റ് സെൻറ്ററാണ്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇത് കളർ ഇതാണ്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ അത്, അതിൻ്റെ കളർ ഇത്, അതിൻ്റെ ഫോണ്ട് വെയിറ്റ് ബോൾഡാണ്. അങ്ങനെ ഈ 4 കൂടി ഒരുമിച്ച് ഒറ്റ പേര് കൊടുത്തു പി. അപ്പോൾ ഇത്രയും ടൈപ്പ് ചെയ്യുന്നതിന് പകരം എന്ത് കൊടുത്താൽ മതി? പി എന്ന് മാത്രം കൊടുത്താൽ മതി. നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും. എന്താ ഈ ബ്യൂട്ടിഫുൾ ഹാൻഡ് മെയ്ഡ് സോപ്പിന് തൊട്ട് മുന്നേ പി കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഈ ബ്യൂട്ടിഫുൾ ഹാൻഡ് മെയ്ഡ് സോപ്പ് എന്ന എന്താ പറയുക, ഒരു വരി, ആ വരിക്ക് പി എന്ന് മാത്രം കൊടുത്താൽ ആ തന്നേക്കുന്ന ഈ ഒരൊറ്റ വരിക്ക് ഈ കാണുന്ന 4 ഡിസൈനുകളും അതിലേക്ക് പോവും. ആ സെൻറ്റർ ഡിസൈന്, കളറ്, ബാക്ക്ഗ്രൗണ്ട് കളർ, ഇതെല്ലാം കൂടി പോവും. അപ്പോൾ ഇങ്ങനെ റിപ്പീറ്റേഷനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റൈൽ ടാഗുകൾ ഉപയോഗിക്കുക. അപ്പോൾ ഞാനിതിപ്പോൾ ജസ്റ്റ് തുറന്നു നോക്കിയാൽ നമ്മൾ നേരത്തെ ചെയ്ത അതേ പരിപാടിയാണ്. നോക്കി നോക്ക്, ഒരു വ്യത്യാസമില്ല. അതിൻ്റെ ഡിസൈനുകളാണ്. പക്ഷേ എന്ത് ചെയ്തിട്ടില്ല, ഞാൻ ഈ കാണുന്നതിന് പി എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പി എന്ന അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ എൻ്റെ പേര് ടൈപ്പ് ചെയ്തിട്ട് തൊട്ട് മുന്നേ ഇതും പി എന്ന് പറഞ്ഞിട്ട് ഇതിൽ കൊടുത്താൽ ഇതേ ഡിസൈൻ പോലെ വരും. അപ്പോൾ ഇങ്ങനെ ചെയ്യാനാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്കിതിനെ CSS എന്നാണ് പറയുന്നത്. ഇത്രയും ഭാഗത്തിനെ നമ്മൾ എന്ത് പറയും? CSS, കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റ് എന്നാണ് ഇതിനെ പറയണത്. ഈ സ്റ്റൈൽ മുതൽ ഈ സ്റ്റൈൽ വരെയുള്ളതിന് നമ്മൾ എന്ത് പറയും? കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റ് എന്നാണ് പറയുക. ഇതിനകത്ത് സ്റ്റൈലുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതൊരു രീതി. രണ്ടാമത്തെ രീതിയാണ്. ഇത് ഒന്നുകൂടി റിപ്പീറ്റേഷൻ കുറയ്ക്കും. ഇതേ സ്ഥാനത്ത് ഫസ്റ്റ് പേജ് ആയിരുന്നെങ്കിൽ ഈ കാണുന്ന എല്ലാ ടെക്സ്റ്റിനും ഈ പറഞ്ഞ ഡിസൈനുകൾ ഓരോന്നും കൊടുക്കണം. അപ്പോൾ ഒരുപാട് വെബ് പേജിൻ്റെ കണ്ടക്റ്റ് കൂടും. ഇനി ഇതിനെ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? എക്സ്റ്റേണൽ CSS എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി. ഇത് ഇൻറ്റേർണലാണ്, ഉള്ളിൽ തന്നെയാണ്. ഇനി നമ്മൾ എങ്ങനെ എക്സ്റ്റേണൽ എന്നുള്ളത് നോക്കി നോക്കാം. എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ ഈ കാണുന്ന ടെക്സ്റ്റ് ഞാൻ ഓപ്പൺ വിത്ത് ടെക്സ്റ്റ് എഡിറ്റർ എടുത്തു. ഇതിനെ നമ്മൾ ഇത്രയും കാണുന്നതിന് നമ്മൾ എന്താ പറയുക? സ്റ്റൈൽ എന്ന് പറഞ്ഞു. ഇനി ഈ കാണുന്ന ഈ സ്റ്റൈലിനെ മൊത്തത്തിനെ നമ്മൾ എന്ത് ചെയ്യാണ്? വേറൊരു ഫയലായിട്ട് സേവ് ചെയ്യും. അതിനെ നമ്മൾ എക്സ്റ്റേണൽ CSS എന്ന് പറയും. അപ്പോൾ എന്ന് വെച്ചാൽ ഒന്നുകൂടി ഫയൽ നമുക്ക് സിംപ്ലിഫൈ ആക്കാം. ഡിസൈനുകൾ മൊത്തം, സ്റ്റൈലുകൾ മൊത്തം വേറൊരു ഫയലായിട്ട് മൊത്തം സേവ് ചെയ്യാം. നമുക്കിതെല്ലാം ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ തൽക്കാലം ഇവിടുന്ന് ഇത്രയും ഭാഗം സെലക്ട് ചെയ്തിട്ട് കോപ്പി അല്ല ചെയ്യുന്നത്, റൈറ്റ് ക്ലിക്ക് ചെയ്ത് കട്ടാണ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, കോപ്പിക്ക് പകരം ഞാൻ എന്ത് ചെയ്യാണ്? കട്ട് ചെയ്യാണ്. കട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു പുതിയ ടെക്സ്റ്റ് എഡിറ്റർ തുറക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പ്ലസ് ഉണ്ട്, ക്രിയേറ്റ് ന്യൂ ഡോക്യുമെൻറ്റ്. അതെടുത്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തു, പേസ്റ്റ് ചെയ്തു. ശ്രദ്ധിക്കുക, സ്റ്റൈല് മുതൽ സ്റ്റൈല് വരെയുള്ള ഭാഗം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? സേവ് ചെയ്യണം. സേവ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഫയലുകളൊക്കെ കിടക്കുന്നത് എവിടെയാണ്? ക്ലാസ് 10 വെബ് ഡിസൈനിങ്ങിലാണ് കിടക്കുന്നത്. ഇനി ഇതിന് നമ്മൾ കൊടുക്കാൻ പോകുന്ന പേര് സ്റ്റൈൽ
STYL സ്റ്റൈൽ .css എന്ന് പറഞ്ഞിട്ടാണ് സേവ് ചെയ്യുന്നത്. അതായത് കാസ്കേഡിങ് സ്റ്റൈലായിട്ടാണ് ഇതിനെ സേവ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കണോ, CSS എന്ന് കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ ഇത് ക്ലോസ് ചെയ്തു, ഇതിവിടെ കിടക്കുന്നുണ്ട്. ഇനി ഞാനിത് എന്താ പറയുക, സേവ് ചെയ്യാണ് വെറുതെ കാണിക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഇത് സേവ് ചെയ്തിട്ട് ഞാനിപ്പോൾ ജസ്റ്റ് ഇതൊന്ന് തുറന്ന് നോക്കുകയാണെങ്കിൽ എന്താണ് ഇതിൽ ഉണ്ടാവേണ്ടത്? നമ്മുടെ ഡിസൈനുകളൊന്നുമില്ല. അപ്പോൾ പുറത്തുള്ള ആ ഫയൽ ഈ ഫയലും കൂടി നമ്മൾ എന്ത് ചെയ്യണം, ലിങ്ക് ചെയ്ത് കൊടുക്കണം. അത് ലിങ്ക് ചെയ്ത് കൊടുക്കാൻ നമുക്കിതിനൊരു കോഡുണ്ട്. അതിന് ഓപ്പൺ വിത്ത് ടെക്സ്റ്റ് എഡിറ്റർ കൊടുത്തിട്ട് ഈ ഒരു ഭാഗത്ത് നമ്മുടെ സ്റ്റൈലുകളെല്ലാം കട്ട് ചെയ്ത് പോയ ആ ഭാഗത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കോഡ് കൊടുക്കാണ്ട്. അതിൽ ഈ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ഈ ഒരൊറ്റ വരി കൊടുത്താൽ മതി. ഈ കാണുന്ന ഒരൊറ്റ വരി കൊടുത്താൽ മതി. ഈ വരിയുടെ അർത്ഥം ലിങ്ക് REL സ്റ്റൈൽ ഷീറ്റ്. ലിങ്ക് ചെയ്യുക. എന്താണ് ലിങ്ക് ചെയ്യേണ്ടത്? സ്റ്റൈൽ ഷീറ്റ്. ഒരു സ്റ്റൈൽ ഷീറ്റിനെ ഇത് ലിങ്ക് ചെയ്യുക. ടൈപ്പ് എന്താണ് അതിൻ്റെ, ആ തന്നേക്കുന്ന ഫയൽ എന്ത് തരം ഫയലാണ്. അത് ടെക്സ്റ്റോ CSSോ ആവാം, രണ്ടും ഉണ്ടാവും. പിന്നെ ഉള്ളത് HREF എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ലൊക്കേഷനാണ്. ആ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ ആ തന്നേക്കുന്ന ഫയലിൻ്റെ പേരാണ്. തൊട്ടടുത്തുണ്ടായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ പേര് അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ അവിടെ പറഞ്ഞിരുന്നു style.css എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ എന്ത് ചെയ്തു, ഇത്രയും ഭാഗം നമുക്ക് അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഞാനിതിൽ ടൈപ്പ് ചെയ്യാണ്. ലിങ്ക് REL = സ്റ്റൈൽ ഷീറ്റ്. Y വന്നിട്ടില്ലല്ലേ. സ്റ്റൈൽ ഷീറ്റ്, സ്റ്റൈൽ ഷീറ്റ്, പിന്നെ സ്പേസ് ടൈപ്പ് = ടെക്സ്റ്റ് ഓർ CSS സ്പേസ് HREF = style.css കൊടുക്കുക, ടാഗ് കൊടുക്കുക. ഇനി ഞാനൊന്ന് സേവ് ചെയ്ത് നോക്കുകയാണ്. സേവ് ചെയ്യുമ്പോൾ ഇനി എന്നിട്ട് തുറന്ന് നോക്കാം. ഈ പേജൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ എന്ത് സംഭവിച്ചു, നമ്മുടെ ആ സ്റ്റൈലുകൾ മൊത്തം ഇതിലേക്ക് വന്നു. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണമുണ്ട്. വ്യൂ പേജ് സോഴ്സ് കൊടുത്ത് നമുക്ക് കാണാം. ആ വലിയ ഫയലാണ് എത്ര സിംപ്ലിഫൈ ആയി എന്നുള്ളതാണ്. ആദ്യം നമ്മൾ ചെയ്ത ഫയലിനെക്കാട്ടിലും കുറച്ചുകൂടി സിംപ്ലിഫൈഡ് വേർഷനായിരുന്നു രണ്ടാമത് ഞാൻ ചെയ്തിരുന്നത്. അതിനകത്ത് ഈ സ്റ്റൈലുകളൊക്കെ ഒരു കോഡിങ്ങിലേക്ക് ചെന്നു. അതിന് ഇൻറ്റേർണൽ കാസ്കേഡിങ് CSS എന്നാണ് അതിനെ പറയുക. അത് ഇൻറ്റേർണൽ കാസ്കേഡിങ് സ്റ്റൈലിലേക്ക് ആക്കിയപ്പോൾ ഒന്നുകൂടി സിംപ്ലിഫൈഡായി. അതിനെ ഒന്നുകൂടി സിംപ്ലിഫൈഡ് ആക്കുകയാണെങ്കിൽ അടുത്ത വേർഷൻ, അത് എക്സ്റ്റേണൽ CSS എന്ന് പറയും. ഇങ്ങനെയാണ് നമുക്കൊരു വെബ് പേജ് ഡിസൈൻ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന രീതികൾ. ഇപ്പോൾ എക്സാമിന് ഈ കാര്യങ്ങളാണ് ഇതിൽ കൂടുതലും ചോദിക്കുക. ഇങ്ങനെയാണ് ഒരു വെബ് പേജ് കാസ്കേഡിങ് സ്റ്റൈൽ എങ്ങനെ ലിങ്ക് ചെയ്യാമെന്ന് ചോദിക്കുക. ഇതിൽ കുറേ തന്നിട്ടുണ്ട്. പ്രയോറിറ്റി, എക്സ്റ്റേണൽ, ഇൻറ്റേർണൽ, ഇൻലൈൻ. നമ്മൾ ആദ്യം ചെയ്തത് ഇൻലൈനാണ്, പിന്നെ ഇൻറ്റേർണൽ, പിന്നെ എക്സ്റ്റേണൽ. ഇൻലൈൻ എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഓരോ വരികൾക്കും ആ സ്റ്റൈലുകൾ കൊടുത്തുകൊണ്ടിരിക്കണം. ഇൻറ്റേർണൽ ആകുമ്പോൾ എന്ന് വെച്ചാൽ അതിൽ തന്നെ ഒരു ടാഗായിട്ട് കൊടുത്തേക്കാണ് സ്റ്റൈലുകൾ മൊത്തം. മൂന്നാമത് വരുന്നത് എക്സ്റ്റേണൽ സ്റ്റൈൽ. എക്സ്റ്റേണൽ സ്റ്റൈലിനകത്ത് സ്റ്റൈലുകളെല്ലാം വേറെ പുറത്ത് വരുന്നു. ഒരു വെബ് പേജ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും പുറത്തേക്ക് വരുന്നു. അങ്ങനെ 3 ഭാഗമായിട്ടാണ് ഇതിൽ. അങ്ങനെ 10ാം ക്ലാസ്സിൻ്റെ 5ാമത്തെ ചാപ്റ്റർ ഇവിടെ അവസാനിച്ചിരിക്കുന്നു.